മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവമായ യേശു മരിച്ചുയർത്തതിനു ശേഷം ശിഷ്യന്മാരുടെ മുൻപിലും അവിടുന്ന് സ്നേഹിച്ചിരുന്നവരുടെ മുൻപിലും പലതവണ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ചില അവസരങ്ങളിൽ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം മറ്റൊരു രൂപത്തിലാണ് യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് യേശു മറ്റൊരു രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുൻപിൽ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു അപ്പം വാഴ്ത്തി അവർക്ക് നൽകിയപ്പോൾ അത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവിടത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്ന ലിഖിതങ്ങളെക്കുറിച്ചാണ് യേശു അവരോട് സംസാരിച്ചിരുന്നത്. യേശുവിൻ്റെ രൂപത്തിന് യേശു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. മഗ്ദലന മറിയത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിനെ മഗ്ദലന മറിയം തിരിച്ചറിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള മറിയം എന്നുള്ള വിളി കേട്ട് അത് യേശുവാണെന്ന് മഗ്ദലന മറിയം തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ മുൻപിലും യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കും യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വലതു ഭാഗത്തോട്ട് വലയിറക്കുക എന്ന് യേശു നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് അവർക്ക് വല നിറയെ മീൻ കിട്ടുകയും ചെയ്തു. അപ്പോഴാണ് അത് യേശുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞത്. അതിനുശേഷം യേശു അപ്പം വാഴ്ത്തി അവർക്ക് കൊടുത്തതോടെ അത് യേശു തന്നെയാണെന്ന് പൂർണ്ണമായും അവർ വിശ്വസിച്ചു. യേശു അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കാനാണ് മനുഷ്യനായി അവതരിച്ചത്. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് ജനങ്ങളെ നേടിയെടുക്കാനാണ് യേശു ശ്രമിച്ചത്. അത് പൂർത്തിയാക്കാനായി അവിടുന്ന് തൻ്റെ ശരീരവും രക്തവും പുതിയ ഉടമ്പടിയായി നൽകുകയും ചെയ്തു. ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കണമെന്ന് അവിടുന്ന് ജീവിതം കൊണ്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. മരിച്ചുയർത്തതിന് ശേഷം യേശു പൂർണ്ണമായും ദൈവമാണ്. മനുഷ്യനായി വന്ന രൂപത്തിനല്ല യേശു പ്രാധാന്യം നൽകുന്നത്. അവിടുന്ന് ജീവിച്ചിരുന്നപ്പോൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾക്കാണ് യേശു പ്രാധാന്യം കൊടുക്കുന്നത്. യേശു ഇങ്ങനെ പറയുന്നുണ്ട്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. പല രൂപത്തിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യേശു വെളിപ്പെടുത്തുന്ന സത്യം ഇതാണ്: അവിടുത്തെ രൂപത്തിനല്ല പ്രാധാന്യം, അവിടുന്ന് പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായ എന്നേക്കും നിലനിൽക്കുന്ന വചനത്തിനാണ് പ്രാധാന്യം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.